നമ്മുടെ കോഴിയമ്മ കൂട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 4 ആഴ്ചയ്ക്ക് പുറത്തായി. അതായത് കുഞ്ഞുങ്ങളെ വിരിയുന്നതിന് മുമ്പേ ഇവള് കൂട്ടിൽ കയറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കൂട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇവളുടെ ആരോഗ്യം വളരെ വീക്കാവും. അത് എടുത്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത്യാവശ്യം നല്ല രീതിക്ക് ക്ഷീണിക്കുകയും ചെയ്തു. ഇവരുടെ ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അത്യാവശ്യം മണ്ണിലൊക്കെ കളിക്കുകയും കല്ലും മണ്ണൊക്കെ കുത്തിപ്പറിക്കുകയും അതോടൊപ്പം തന്നെ കുറച്ച് പച്ചിലയും പുഴുക്കളെയൊക്കെ കിട്ടിയാൽ മാത്രമേ ഇവരുടെ ബോഡി അത്യാവശ്യം ഹെൽത്തി ആയിട്ട് ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് എന്തായാലും നമ്മൾ ടെമ്പററി ആയിട്ട് ഒരു നെറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ അമ്മ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടിറക്കി. അമ്മ വരുന്ന സ്ഥിതിക്ക് എന്തായാലും പിള്ളേരെ മാത്രം അവിടെ ഇടണ്ട, അവരും ഇതൊക്കെ കണ്ടൊന്ന് കേട്ട് പഠിക്കട്ടെ എന്ന് കരുതിയിട്ട് അവരെ ഓരോന്നോരോന്നായിട്ട് 14 പേരെ നമ്മൾ ഇവളുടെ കൂടെ തന്നെ കൊണ്ടിറക്കി. കീരിശല്യവും പട്ടിശല്യവും പൂച്ചശല്യവും ഒക്കെ വളരെ വലുതായിട്ട് തന്നെ ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ തൽക്കാലം ഒരു കാൽക്കുലേറ്റർ റിസ്ക് എടുക്കാമെന്ന് തന്നെ കരുതി. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കൂട്ടിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടാവും. എത്രത്തോളം സൈസ് വയ്ക്കുന്ന കോഴിയാണെങ്കിൽ പോലും നമ്മളൊരു ചെറിയ കൂട്ടിലിട്ട് വളർത്തിയിട്ട് നല്ല രീതിക്ക് തീറ്റയും വെള്ളവും കാര്യങ്ങളും ഒക്കെ കൊടുത്താലും അവർ വളർന്നു വരുന്നതിന് ഒരു പരിധി ഉണ്ടാവും. അതേസമയം കുറച്ചുകൂടെ ഒരു വലിയ കൂടാണെങ്കിൽ ഒരേപോലെ വരുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ കുറച്ചുകൂടെ സൈസ് ഉണ്ടാവും വലിയ കൂട്ടിൽ വളരുകയാണെങ്കിൽ. അങ്ങനെ എന്തായാലും നമ്മൾ നെറ്റൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കോഴിയമ്മേനെയും പിള്ളേരെയൊക്കെ ഇറക്കി വെള്ളവും വെച്ച് കൊടുത്ത് അവർക്ക് തിന്നാനായിട്ട് കുറച്ച് ചേമ്പിൻ്റെ തടയും കൂടെ വെട്ടിയിട്ട് കൊടുത്തു. അങ്ങനെ എന്തായാലും അമ്മ കുറച്ച് നേരം ഇതൊക്കെ കുത്തിപ്പറിക്കുന്നത് കണ്ടിട്ട് പിന്നെ അമ്മ വെള്ളം കുടിയിലേക്ക് വന്നു. അതോടൊപ്പം തന്നെ അമ്മയ്ക്ക് തിന്നാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചോറൊക്കെ തലേന്നത്തെ ചോറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോറ് കിട്ടിയപ്പോൾ തന്നെ അമ്മ മക്കളെയും വിളിച്ചു വരുത്തി തിന്നോ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി തീറ്റിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഇതിലേക്ക് വന്നത് ഇവർ വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. കാര്യം എന്ന് പറയുന്നത് ആ കൂട്ടിൽ നമ്മൾ കുറച്ച് മാത്രം വെട്ടം കിട്ടുന്നത്, അതോടൊപ്പം തന്നെ വലിയ വായു സഞ്ചാരം ഇല്ലാതെ കിടന്ന കൂട്ടിൽ നിന്ന് ഇവരെ എടുത്ത് ഇങ്ങോട്ട് മാറ്റിയിട്ടപ്പോൾ ഇവർ വളരെ ഹാപ്പിയായി. അതുമാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതുപോലെ ഇറങ്ങി ഒന്ന് ചിക്കിച്ചെതഞ്ഞൊക്കെ നടക്കുമ്പോൾ മാത്രമേ ഇവരുടെ ആരോഗ്യം ബെറ്റർ ആവുള്ളൂ. അപ്പം നമുക്ക് ഇവർക്ക് വേണ്ടി ചിലവാക്കേണ്ടി വരുന്ന മരുന്നുകൾ നല്ല രീതിക്ക് കുറഞ്ഞു കിട്ടും. അങ്ങനെ കുറഞ്ഞു കിട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ല ആരോഗ്യമുള്ള നല്ല കാര്യപ്രാപ്തിയുള്ള കുഞ്ഞുങ്ങളെ വളർത്താനും പറ്റും. അങ്ങനെ വളർത്തിയെടുക്കുമ്പോഴാണല്ലോ നമ്മുടെ നാടൻ കോഴി പ്രയോഗം കുറച്ചുകൂടെ പ്രാവർത്തികമായി മാറുന്നത്. എന്തായാലും ഇവരെല്ലാവരും ഇവിടെ വളരെ ഹാപ്പിയായിട്ട് ഈ ചെറിയ കൂട്ടിനകത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് കാണുന്നത്. കീരിയൊന്നും വരാതിരുന്നാൽ കൊള്ളാം. അങ്ങനെ എന്തായാലും ഇവരെ ഇട്ടേക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവർക്കൊരു എക്സ്ട്രാ കാവലെന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ പട്ടിക്കുട്ടനെ കൂടെ തൊട്ടപ്പുറത്ത് കെട്ടിയിട്ടുണ്ട്. അവനിവരെ വളരെ കെയർഫുള്ളായിട്ട് നോക്കിക്കോളും. കീരിയോ പട്ടിയോ പൂച്ച എന്തെങ്കിലും അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഒച്ച ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ എന്തായാലും അമ്മ അടുത്തുണ്ടല്ലോ, അമ്മ അടുത്തുള്ളത് കൊണ്ട് കുറച്ചുകൂടെ ഒരു ധൈര്യം വരുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയൊക്കെ നെറ്റ് അടിച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്നുള്ള ശല്യം ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് മുകളിൽ നമുക്ക് കുറച്ച് പഴയ വല ഉണ്ടായിരുന്നത് കൂടെ നമ്മൾ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ഭാരം കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം ഇങ്ങനെ കാണുമ്പോൾ എല്ലാം സേഫാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യുന്നതും ചെയ്യുന്നുണ്ട്. എന്തായാലും സന്ധ്യ ആകുമ്പോഴത്തേക്ക് ഇവരെ എല്ലാവരും ഇതുപോലെ പറക്കി നമ്മൾ തിരിച്ച് കൂട്ടിലേക്ക് ഇടും. എന്നിട്ട് കുറച്ച് നാളൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അമ്മയെ നമ്മളങ്ങ് ഫ്രീ ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മുടെ ഫാമിലെ മറ്റുള്ള വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ഇൻക്യുബേറ്ററിൽ വീണ്ടും കുഞ്ഞുങ്ങൾ വിരിയാനൊക്കെ റെഡിയായിട്ട് ഇരിപ്പുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ഇൻക്യുബേറ്ററിൽ നിന്ന് അനക്കമൊന്നും കിട്ടുന്നില്ല. ഒരു ചെറിയ കംപ്ലയിൻറ്റ് വന്നതുകൊണ്ട് ഇനി ഇൻക്യുബേറ്റർ മൊത്തത്തിൽ തന്നെ കേടായി പോയോന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ എന്തായാലും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ വിശേഷത്തിലേക്ക് വരാം. പുറത്തിറങ്ങിയതിൻ്റെ സന്തോഷത്തിലാണോ അല്ലെങ്കിൽ വെള്ളം കിട്ടിയതിൻ്റെ ആക്രാന്തത്തോടെ ആണോ എന്നറിയില്ല, എല്ലാവരും വയറ് പൊട്ടുന്ന രീതിയിൽ വെള്ളമൊക്കെ നല്ല രീതിക്ക് കൊത്തി കുടിച്ച് അതോടൊപ്പം തന്നെ ഇട്ടുകൊടുത്ത ചോറും തീറ്റയും എല്ലാം കൊത്തി കുടിച്ച് ബുമ്മെന്ന് നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇവരെ എല്ലാവരും ഇവിടെ ഇട്ടിട്ട് ഞങ്ങൾ തിരിച്ച് കയറി പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് മണ്ണിൽ കുളിക്കാൻ വേണ്ടിയിട്ട് ആക്രാന്തത്തോടെ കുഴിയൊക്കെ തോണ്ടി എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് മണ്ണിൽ നീരാടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അമ്മ വന്ന് നല്ല രീതിക്ക് കുഴി തോണ്ടി ഇട്ട് കൊടുത്തതിൻ്റെ മുകളിൽ ഈ പിള്ളേരെല്ലാവരും കൂടെ കയറിയിരുന്ന് കുളിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല രീതിക്ക് ഇവർ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ്. കാര്യം വേറൊന്നും കൊണ്ടല്ല, ഇവർ ഹെൽത്തി ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് വീണ്ടും വിരിഞ്ഞ് കിട്ടുന്ന കുഞ്ഞുങ്ങളുടെ ഹെൽത്തും അതോടൊപ്പം തന്നെ ഇവർ നാളെ നമുക്ക് ഇട്ട് തരുന്ന മുട്ടകളുടെ ആരോഗ്യം ഉറപ്പുവരുത്താൻ പറ്റും. എന്തായാലും ഇതും കണ്ട് കുറച്ച് അധികം നേരം ഇന്നത്തെ ദിവസം വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ടാവും ഈ കുഞ്ഞുങ്ങളെ കൊടുക്കാനുണ്ടോ എന്ന്. നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വീഡിയോയിൽ തന്നെ. നമുക്ക് നിലവിലുള്ള കുഞ്ഞുങ്ങളെല്ലാം ഓൾറെഡി കൊടുക്കാമെന്ന് ഏറ്റു കഴിഞ്ഞിട്ടുള്ളതാണ്. അടുത്ത ബാച്ചുകളിൽ വിരിഞ്ഞ് വരുന്ന മുറപ്രകാരം നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നതാണ്. അങ്ങനെ എന്തായാലും നമുക്ക് അവസാനം വിരിഞ്ഞു വന്ന 2 ബാച്ചിലെ പിള്ളേരും ഇതുവരെ ആർക്കും ഒരു കുഴപ്പമില്ലാതെ വളരെ ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് വിരിയിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കൂട്ടിൽ 3 മുട്ടയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.